Lopido demache salago gado grinorum sanorum habituosil papavo bumilete caracachai monokicil picosi pafato persera lactiana tigafalio giglo bellario legorius raya bafitrigon of trigon. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരു ഏജൻസി അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ടീച്ചറും അല്ല. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഈശോ ആണ്. അതെനിക്ക് എപ്പോഴും എവിടെ അഭിമാനമായിട്ട് പറയാൻ പറ്റും. ഈശോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ബൈബിളിലൂടെ എന്നെ പഠിപ്പിച്ചു. വചനം പകർത്തിയെഴുതിയതിലൂടെ ദൈവം ഇടുക്കി രൂപതാംഗമായ ദിയ ബിനോയ്ക്ക് നൽകിയത് 15 വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ 50 ലക്ഷം രൂപയുടെ സൗജന്യ സ്കോളർഷിപ്പാണ്. ദൈവത്തിൻ്റെ വചനം പകർത്തിയെഴുതിയതിലൂടെ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും ദിയ ബിനോയ് ഷെക്കേന ന്യൂസിൽ മനസ്സ് തുറക്കുകയാണ്. ഞാൻ കുഞ്ഞിലെ ഒട്ടും കഴിവില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പം അത്രമാത്രം ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഞാൻ എങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു ഇൻട്രീഗ് ആയിട്ടുള്ള, ഞാൻ ഭയങ്കര ഇൻട്രീഗ്ഡ് ആയിരുന്നു ഒത്തിരി കാര്യങ്ങൾ. അപ്പം അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒത്തിരി ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തൊരു എക്സ്പെരിമെൻ്റാണ് ഈ വലിയ വാക്കുകൾ കൊണ്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വലിയ വാക്കുകളിലല്ല അതിൻ്റെ കാര്യം ഇരിക്കുന്നത്, ആർക്കും പറയാവുന്ന വാക്കുകളാണ് ആ വലിയ വലിയ വാക്കുകൾ. പക്ഷേ ആ വാക്കുകളിൽ ഞാൻ പറഞ്ഞ ആ സ്പീച്ച് എത്രമാത്രം ഈശോ അത് മൊത്തം നമ്മുടെ കൺട്രിയിൽ അത് വൈഡായിട്ട് പോപ്പുലറായി. എനിക്കൊരു പ്രത്യേക ഒരു അറ്റൻഷൻ മൊത്തത്തിൽ നിന്ന് കിട്ടി. എൻ്റെ ലൈഫിൽ എനിക്കൊരു ഫൗണ്ടേഷൻ തന്നെ ഉണ്ടായി ആ ഒരു ഇൻസിഡൻറ്റിലൂടെ. ആ റേഡിയോ ക്ലബ് എന്നെ വിളിക്കുന്നതും, പിന്നെ എൻ്റെ ആ ഒരു കറണ്ട് പോലും പോയി എൻ്റെ ആ റേഡിയോ ക്ലബിൻ്റെ ആ കോൺഫറൻസിൻ്റെ ഇടയ്ക്ക്. ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനം എവിടേക്ക് ശശിധരൻ സാർ പെട്ടെന്ന് സ്ക്രീനിലോട്ട് ഇങ്ങനെ വന്നു. അതെങ്ങനെ നേരിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇത്രയും കാലം എന്നെ എന്നോട് പറഞ്ഞിരുന്ന ആൾക്കാർ, ദിയെ നിൻ്റെ ഇംഗ്ലീഷ് ഒന്നും കൊള്ളില്ലടി, ഇതും കൊണ്ടൊക്കെ എവിടെ എത്താനടി എന്ന് പറഞ്ഞ് എന്നോട് ഇംഗ്ലീഷ് അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ എന്നോട് വന്നു, ദിയ യുവർ ഇംഗ്ലീഷ് ഈസ് എക്സലൻറ്റ്. അതെൻ്റെ ഹാർഡ് വർക്ക് ഈശോ അവിടെ എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ക്ലബ് FM എൻ്റെ കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് കോള് വൈറലായിട്ടാണ് മൊത്തം കേരളത്തിൽ അത് വരുന്നത്. കേരളത്തിൽ വന്ന് വിത്തിൻ 1 നൈറ്റ് ശശിധരൻ സാർ ആ ഒരു രാത്രി ട്വിറ്ററിലിട്ടു, ദിസ് ഈസ് ദി അമേസിംഗ് സ്റ്റോറി ഓഫ് എ ഗേൾ ഫ്രം കേരള ഹു ജസ്റ്റ് pronounced all the tongue twisters that even I didn't know എന്ന് പറഞ്ഞ് അങ്ങനെ ഒരെണ്ണം വന്നു. അപ്പം മൊത്തം വൈറലായത് ഇങ്ങനെയാണ്, ശശിധരൻ സാറിന് പോലും ഇംഗ്ലീഷ് അറിയില്ലാത്തൊരു ഇംഗ്ലീഷ് വേർഡ് പ്രൊനൗൺസ് ചെയ്തൊരു കേരളത്തിലെ കുട്ടിയെ പരിചയപ്പെടാം എന്ന് പറഞ്ഞാണ് ആ വാക്കുകൾ മൊത്തം വൈറലാവുന്നത്. കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആഗ്രഹിച്ച് എൻ്റെ വാർത്തകൾ വന്നു. 22 ഭാഷകളിലൊക്കെ തന്നെ പ്രിൻ്റ് അടിച്ചത് വന്നു, കുഞ്ഞു കുഞ്ഞു ഭാഷകൾ പോലും വന്നു. വൈറൽ വീഡിയോയ്ക്കകത്ത് 180 letters ഉള്ള വേർഡായിരുന്നു. ദാറ്റ് വാസ് എ ഹൈലൈറ്റ് ഓഫ് ദി ഹോൾ വീഡിയോ, ഫോളോഡ് ബൈ സോ മെനി അതർ വേർഡ്സ്. അതായത് ഒത്തിരി ഷോർട്ട് വേർഡ്സ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു I can vividly remember a lot of them right now if I can recall. Lopido demache salago gado grinorum sanorum habituosil papavo bumilete caracachai monokicil picosi pafato persera lactiana tigafalio giglo bellario legorius raya bafitrigon of trigon. അതൊരു സിംഗിൾ വേർഡാണ്. Nobody can believe I'm sure of that. പക്ഷേ ഈ ഒരു വേർഡാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്തത്. ദാറ്റ്സ് ലൈക്ക് ദ ലോങ്സ്റ്റ് വേർഡ്. ആദ്യമൊക്കെ ഞാൻ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വിത്ത് ടൈം ഇറ്റ് ഗോട്ട് റിയലി ഗുഡ്. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു വാക്ക്, ദിസ് ഓൾസോ വെരി ലോങ് വേർഡ്. ഇത് രണ്ടാമത്തെ ഒരു ലോങ് വേർഡാണ്. ആ ഏറ്റവും ലാർജസ്റ്റ് വേർഡ് അത് ഓൾമോസ്റ്റ് 1 lakh in റേഞ്ച് ഉണ്ട് അതിൻ്റെ ലെറ്റേഴ്സ്. പക്ഷേ തേർഡ് ഞാൻ പറയാം, അക്വിസലൈനോ കാക്ലൈനോ സെറാസിയോ അലൂമിനോ സിക്കൂപ്രിയോ വിട്രിയോളിക്, അതായിരുന്നു സെക്കൻഡ് വേർഡ്. പിന്നെ ഉള്ളത് ഹൊണോറിഫിക്കബിലിറ്റി നിറ്റാലിബസ് ഉണ്ട്, ഫ്ലോക്സിനോസിൻ ഹീലിഫിലിഫിക്കേഷൻ ഉണ്ട്, ഹിപ്പോപ്പൊട്ടമോൺസ്ട്രോസിസ് ക്യൂപിഡാലിഫോബിയ ഉണ്ട്, അങ്ങനെ ഒരു ഇന്ന വാക്കുകളുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് എ റേഞ്ച് ഓഫ് ലോങ് വേർഡ്സ്. ഇതൊക്കെ ഞാൻ പഠിച്ചതല്ല ഒറ്റയ്ക്ക്. ഐ എം ടെലിങ് യു ദിസ് ലൈക്ക് ആസ് എ ടെസ്റ്റിമണി ഫ്രം മൈ ലൈഫ്. ഈശോ എനിക്ക് ലീഡ് തന്ന് എനിക്ക് പഠിപ്പിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ഡിസ്കവറി ആൻഡ് ദി ഹോൾ ടീച്ചിങ് പ്രോസസ് വാസ് കംപ്ലീറ്റ്ലി ജീസസ്. എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ് എൻ്റെ ലൈഫിൽ എന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിയന്ത്രിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സ്കെഡ്യൂൾ ഒരുക്കി തന്നതും, ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഞാൻ ഒത്തിരി വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിച്ചതും, അങ്ങനെ ബൈബിൾ വായിച്ച് ബൈബിൾ ഇംഗ്ലീഷിൽ ഞാൻ എഴുതി, മൊത്തം ഇംഗ്ലീഷാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മൊത്തം ഇംഗ്ലീഷ് അങ്ങനെ ബൈബിളിലൂടെയാണ് എൻ്റെ ഒരു ഡോമിനൻസ് വരുന്നത് എൻ്റെ ലൈഫിൽ ഇംഗ്ലീഷിന്. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ്. സോ ഓസ്ട്രേലിയയിലോട്ടുള്ള എൻ്റെ ഫുൾ ജേർണി എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യം പഠിക്കാൻ പോകാൻ, എനിക്ക് കേരളത്തിൽ തന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ എനിക്ക് മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം വന്നിട്ട് ലീഗൽ ഡിഗ്രീനെ കുറിച്ച് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു. അപ്പോൾ ലീഗൽ ഡിഗ്രി ഏത് കൺട്രിയിലാണ് ദ ഫൈനസ്റ്റ് ലീഗൽ ഡിഗ്രി കൊടുക്കുന്നത് അതിനൊക്കെ മനസ്സിൽ എനിക്കിങ്ങനെ ആഗ്രഹം വന്നു. അപ്പോൾ ഹോൾ റീസേർച്ച് ഓഫ് ലീഗൽ ഡിഗ്രീസിൻ്റെ ചരിത്രങ്ങൾ മൊത്തം എനിക്കിങ്ങനെ ഞാൻ ഓരോ മാസവും ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഏത് കൺട്രിയാണ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ലീഗൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, പിന്നെ അത് കഴിഞ്ഞിട്ട് UK, അതുപോലെ ഓസ്ട്രേലിയ ആയിരുന്നു ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ. രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തുകൊണ്ടും ദ സേഫ് എൻവയൺമെൻറ്റ്, ദ സ്റ്റുഡൻസ് റേഷ്യോ, ദ സ്കോളർഷിപ്പ് എമൗണ്ട്, ദി ഹോൾ atmosphere of Australia is what attracted me, and most of everything, the education system. That's a pragmatic education system. അതിൻ്റെ ഹോൾ ജേർണി തന്നെ നമുക്ക് ലൈഫിലൊരു എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും. അങ്ങനെ ആ ഒരു എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിനെ കൺസിഡർ ചെയ്താണ് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നത്. എൻ്റെ ലൈഫിൽ അംബിഷൻ്റെ കാര്യം തന്നെ ആ ഡിഗ്രി ബേസിസിലാണ്. ഈ ഡിഗ്രി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോ ഡിഗ്രി ഞാൻ എടുക്കുന്നുണ്ട്, അതിന് കൂടുതൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്, വിച്ച് ഡീൽസ് വിത്ത് ഡിപ്ലോമസി
പീസ്, സെക്യൂരിറ്റി, sovereignty ഓഫ് നേഷൻസ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെല്ലാം കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ഡിഗ്രിയാണ്. ഈ ഡിഗ്രിയുടെ മെയിൻ കാര്യം എന്താ ഞാൻ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് നമുക്ക് പ്രൊക്ലെയിം ചെയ്യണമെങ്കിൽ അതിലൊരു ബേസ് ഉണ്ടാവണം. അപ്പം നല്ല ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് ഈ ലോ ഡിഗ്രി. ജസ്റ്റ് ഇന്റർനാഷണൽ റിലേഷൻസ് മാത്രം ഞാൻ എടുത്തോളെങ്കിൽ ഡിപ്ലോമസി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ലോ ഡിഗ്രി എടുക്കുമ്പോൾ nobody can question you because you are based on law. കാരണം any argument that comes to you, you can fight with the law. അപ്പം അങ്ങനെ ഒരു ലീഡ് നമുക്കുണ്ട്. അങ്ങനെയാണ് ഈ ഡിഗ്രിയുടെ ഒരു കൺക്ലൂഷൻ വരുന്നത്. മെയിനായിട്ടും എൻ്റെ ലൈഫിലെ അൾട്ടിമേറ്റ് ഗോൾ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത് ആളുകളിലോട്ട് എത്തുക. അത് ദൈവത്തിൻ്റെ സഹായം, അതുപോലെ ദൈവത്തിന് ഒത്തിരി ആളിലോട്ട് എത്തിക്കുക. അത് ഈ ഒരു പ്രൊഫഷനിൽ അത് വേറൊരു പ്രൊഫഷനിലും എനിക്കത് കൊടുക്കാൻ പറ്റില്ല. ജനറൽ ജനറൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ ലെറ്റർ വേണം. ഓഫർ ലെറ്റർ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് നമ്മുടെ മൊത്തം കാര്യങ്ങൾ. അതായത് എന്താണ് പഠിക്കാൻ വരുന്നത്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ്, ഫീസ് എത്രയാണ്, എത്ര ശതമാനം റിഡക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതൊക്കെ GTEയുടെ അകത്ത് വരുന്നൊരു എലമെൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഹെൽത്ത് കവർ ഉണ്ട്, വിച്ച് ഇസ് OHSC ഐ ഗസ്. OHSC ഹെൽത്ത് കവറും അതിൻ്റെ അകത്ത് വരുന്നൊരു ഭാഗമാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന വളരെ അധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ITR വിച്ച് ഇസ് ഇൻകം ടാക്സസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ക്ലിയർ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ്, ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ഫുൾ ഹിസ്റ്ററി, അങ്ങനെയുള്ളതൊക്കെ GT റിക്വയർമെൻറ്റ്സ് ഉണ്ട്. GT റിക്വയർമെൻറ്റ്സ് ഗവൺമെൻറ് അത് അവിടുത്തെ എംബസിയാണ് ക്ലിയർ ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ എംബസി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ വരും. ഇത്തരമൊരു സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു? ഓക്കെ, ഇതൊക്കെ എൻ്റെ ലൈഫിൽ വളരെ, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. മോസ്റ്റ്ലി ഈ ഫെലോഷിപ്പിന് കാര്യം ഞാനായിരുന്നു ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു, വിച്ച് ഇസ് കോൾ ലൈഫോളജി ഗ്ലോബൽ ഫെലോഷിപ്പ്. എനിക്ക് കിട്ടിയ ഫെലോഷിപ്പ് 2 വർഷവും ലൈഫോളജിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ലൈഫോളജി ഗ്ലോബൽ ഫെലോഷിപ്പിലാണ് ഞാൻ ഈ ഒരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നും ഉറപ്പിച്ച് പറയുകയാണ്, അപ്പം ഇത്രയും ഒരു ഭാഗ്യം, ഓപ്പർച്യൂണിറ്റി, ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു കടമ്പ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു വഴി പോലും തെളിച്ചത് ബൈബിൾ വചനം എഴുതിയതിലൂടെയാണെന്ന് ഉറപ്പാണ്. Absolutely, 100% more than that. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചൊരു കാര്യമാണ് ഇൻ പേഴ്സൺ. അത് എത്രമാത്രം ആളുകൾ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷേ ഹൗ ഡീപ്ലി ഐ വാസ് ഏബിൾ ടു എക്സ്പീരിയൻസ് ഇറ്റ്, അതാണ്, ആൻഡ് ഐ ബിലീവ് ഇറ്റ്. സോ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാനത് അറിയുന്നത്. അപ്പം ഞാൻ ഒത്തിരി എന്തൂസിയാസ്റ്റ്, ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും എന്തൊക്കെയുണ്ട്, സമ്മർ ക്യാമ്പ്സ്, വർക്ക്ഷോപ്സ്, ഒത്തിരി വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മെൻ്റൽ ഹെൽത്ത് ക്ലബ്ബിൽ ഒത്തിരി വർക്ക്ഷോപ്സ് ഉണ്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ RJ ആയിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു റേഡിയോയിൽ മെയിൻലി നമ്മൾ മെൻ്റൽ ഹെൽത്ത്, ടീൻ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ RJയുടെ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു എൻ്റെ RJ ആയിട്ടിരുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ എനിക്ക് ഒത്തിരി ആളുകളിലോട്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിങ്ങനെ ഒത്തിരി ഇന്റേൺഷിപ്സ് ഒക്കെ സെലക്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. വളരെ എന്തൂസിയാസ്റ്റിക് ഉള്ള ഒരാളാണ്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും വിത്തിൻ ദ റേഞ്ച് ഓഫ് ദ ടൈം ദാറ്റ്സ് അവൈലബിൾ, ഇങ്ങനെ എല്ലാത്തിനും അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്തൊരു ഇന്റേൺഷിപ്പിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലുള്ള ഇൻ്റർവ്യൂവിലാണ് ഇങ്ങനൊരു കാര്യം എനിക്ക് കിട്ടുന്നത്, ഇങ്ങനൊരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ഷി വാസ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഐ ഗസ് കാലിഫോർണിയ പ്രിസൈസ്ലി ഇഫ് ഐ കൻ റിമെമ്പർ. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ, എൻ്റെ ആക്സെൻ്റ് എല്ലാം കേട്ടു, എൻ്റെ ഫ്ലുവൻസി എല്ലാം കേട്ടപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ ചോദിച്ചു, where have you been? I mean, where did you complete your education? That was the first thing she asked. അപ്പോൾ ഞാൻ പറഞ്ഞു, I've never been to another state other than Kerala. So ഞാൻ ഡൽഹിക്ക് മാത്രം പോയിട്ടുണ്ട് when I was just 10. അത് കഴിഞ്ഞിട്ട് I've never been to another state, like living in another state, that's completely new to me. I've never done that. അപ്പോൾ ഞാൻ പറഞ്ഞു, that's unbelievable, girl. You speak so good. Like, this is a little hard to digest, but I appreciate how amazing you are. That was the word she said, and I'm really happy for that. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നോട് ചോദിക്കും, നീ ഇങ്ങനെ പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഇംഗ്ലീഷ് പഠിച്ചത് കേട്ട്, അതുപോലെ ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഫ്ലുവൻസി വരുന്നത് എൻ്റെ വായിൽ നിന്നാണ്. കാരണം ഒരു വാക്ക് കഴിഞ്ഞാൽ അടുത്ത വാക്കിലോട്ടും സ്പീഡായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്, ഭയങ്കര സ്പീഡിൽ സംസാരിക്കുക. അപ്പം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, വായിക്കുമ്പോൾ ഞാൻ ഒരൊറ്റ ഇരിപ്പിലൊക്കെ ചിലപ്പം 45-46 പേജുകളൊക്കെ പെട്ടെന്ന് കടന്നു പോകും. അപ്പം ഒരു ദിവസമൊക്കെ തന്നെ എനിക്ക് ഒരു ദിവസം മതി ഒരു പുസ്തകമൊക്കെ വായിച്ചു തീർക്കാൻ. ഒരു 250 ആ ഒരു റേഞ്ചിലുള്ള പേജസിലുള്ള പുസ്തകമൊക്കെ എനിക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാമെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര സ്പീഡ് റീഡറാണ് ഞാൻ. അപ്പം എൻ്റെ സംസാരത്തിൽ അതുപോലെ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ അത് ആ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ റീഡിങ് ഹാബിറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ബൈബിൾ വായിച്ചു തുടങ്ങി പിന്നെയാണ് എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങിയത്. എനിക്ക് വലിയ റീഡറൊന്നും അല്ലായിരുന്നു ഞാൻ, പക്ഷേ ബൈബിൾ വായിച്ച ആ ഒരു പാഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പല ബുക്കുകളും ട്രൈ ചെയ്ത് അങ്ങനെ റീഡിങ് എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. അപ്പോൾ എല്ലാത്തിൻ്റെയും ബിഗിനിങ് ദാറ്റ് വാസ് ഫ്രം ബൈബിൾ. ഇംഗ്ലീഷോട്ടുള്ള ഇൻട്രൊഡക്ഷൻ വരുന്നത്, ഇംഗ്ലീഷ് കൂടുതൽ പഠിക്കണമെന്ന് മനസ്സിലാക്കി, ഓരോ പ്രൊനൗൺസിയേഷൻ്റെയും റേഞ്ച് മനസ്സിലാക്കി. എൻ്റെ പേരൻസിനൊക്കെ വലിയ ആഗ്രഹം ഞാനിങ്ങനെ ഇംഗ്ലീഷ് പറയണമെന്നൊക്കെ, പക്ഷേ അവർക്ക് സാധാരണ ആൾക്കാരാണ്. എൻ്റെ പപ്പയാണെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സാണ് എൻ്റെ അപ്പ, അതുപോലെ തന്നെ അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കാറുണ്ട്, ദൈവം ഇങ്ങനെയൊക്കെ നിന്നെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കണമെങ്കിൽ ദാറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സോ ഐ ഡോണ്ട് ബ്ലെയിം എനിബഡി ഹു ഡസൻറ്റ് ബിലീവ്, കാരണം ഇറ്റ്സ് എ ലിറ്റിൽ ഹാർഡ് ടു. എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇറ്റ് വാസ് അൺബിലീവബിളി അമേസിങ് ഫോർ മീ, ആൻഡ് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദിസ് എനിവെയർ ബിക്കോസ് മൈ ലൈഫ് ഈസ് എ ടെസ്റ്റിമണി ആൻഡ് എവരിബഡി ക്യാൻ ടേക്ക് ലെസൺസ് ഫ്രം ദാറ്റ്. സോ ഡെഫിനറ്റ്ലി ഈ ലാംഗ്വേജസിൽ ഭയങ്കര ഒരു പ്രൊഫിഷ്യൻസി ഉള്ള ആളാണ്. എനിക്ക് ഈശോ ആണ് ആ ഒരു ഇത് തന്നത്. ഒരു പാട്ട് 42 ലൈൻസിൽ
ഇങ്ങനെ പല പല ഭാഷകൾ ഇങ്ങനെ കയറി പാടാൻ പറ്റും. The snow glows white on the mountain night, if the recess, if the loop, in brother ashes, brass of sheets, my pleasant life of the shores. This winter heights so wait and took like teeth in me. Head was made of wind, look me best all did. ഇത്ര ഞാൻ പാടിയത് ഓരോരോ ലൈൻസ് വെച്ച് അത് 7 ഭാഷകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 42 ലാംഗ്വേജിൽ ഇത് പോകുന്നുണ്ട്. ഇൻഡിവിജ്വൽ ടേൺസ് ഉണ്ട്. അത് ഓർക്കസ്ട്രയുടെ സഹായത്തോടു കൂടി പാടാൻ സാധിക്കത്തുള്ളൂ. അതിന് നമുക്ക് എക്സ്ട്രാ വോക്കൽ സപ്പോർട്ട് വേണം, അതുപോലെ തന്നെ ഡ്രംസിന്റെ സപ്പോർട്ടും വേണം. ഏത് വയസ്സിലാണ് ബൈബിൾ വായിക്കാൻ എഴുതാൻ തുടങ്ങി? ഞാൻ വായിക്കാൻ കുഞ്ഞിലേ തുടങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് when I was 12 years old. പ്രത്യേകിച്ച് ഈ ബൈബിളാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ബൈബിൾ. ദിസ് ലൈക്ക് ദ ഫാറ്റസ്റ്റ് വൺ ഐ ഹാവ് ഓൺ മൈ കളക്ഷൻ. ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങളോട്ട് ദ ആക്ട്സ് ഓഫ് അപ്പസ്തോൽസ് തൊട്ട് ജൂഡ് വരെയാണ് ഈ ഭാഗം ഉള്ളത്. ഇതാണ് എൻ്റെ എല്ലാത്തിൻ്റെ ബിഗിനിങ്, ലൈക്ക് ദ സ്റ്റാർട്ട് വാസ് ദിസ്. ഇതിനകത്ത് എനിക്ക് എഴുതിയിരിക്കുന്ന ബുക്ക് ഓഫ് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ പോലും ഇതാണ് ഇതിൻ്റെ എല്ലാ ഫൗണ്ടേഷൻ, ഇതിൻ്റെ എല്ലാം ബേസ്. എനിക്കൊരു പാഷൻ ഉണ്ടായതിന് തന്നെ ഈ ബൈബിളാണ് റെസ്പോൺസിബിൾ. ഇതാണ് എൻ്റെ സെക്കൻഡ് ബൈബിള്. ദിസ് വാസ് ദ ബൈബിൾ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് മൈ ലൈഫ് ദ മോസ്റ്റ്. ലൈക്ക് എനിക്ക് എപ്പോഴും പറയാൻ സാധിക്കും ഈ ബൈബിളാണ് ഞാൻ ആര് വന്നാൽ ഏറ്റവും ആദ്യം കാണിച്ചു കൊടുക്കുന്ന ബൈബിൾ ഇതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഓരോ സെൻറ്റൻസസും ഓരോ വേർഡ്സും അത്ര അബ്സോർബ് ചെയ്യാൻ എഴുതിയിരിക്കുന്ന ഒരു വേർഡാണ്. ഇതിൻ്റെ പ്രിൻ്റ് അടിച്ച പോലെയാണ് ഇതിൻ്റെ അകത്ത് വേർഡ്സും സെൻറ്റൻസസ് ഒക്കെ ഇരിക്കുന്നത്. ഒത്തിരി എഫേർട്ട് ഇട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ബൈബിൾ. എൻ്റെ അകത്ത് സ്ലാംസും അതുപോലെ തന്നെ റിവലേഷനും ആണുള്ളത്. റിവലേഷൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ഭാഗമാണ്, അത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇത് എൻ്റെ തേർഡ് ബൈബിളാണ്. ഇത് നമുക്ക് 10th പഠിച്ച സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ലൈൻ ഒന്നും ഇടാൻ, ലൈക്ക് A4 ഷീറ്റിൽ ലൈൻ ഇടാൻ ടൈം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ നോർമൽ പേപ്പറിലാണ് എഴുതിയത്. നോർമൽ ലൈൻ ഇട്ട പേപ്പറിലാണ് എഴുതിയത്. ബട്ട് ദിസ് ഹാസ് ബിൻ എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ഫോർ മീ. കാരണം ദ ഹോൾ കംപ്ലീഷൻ ഓഫ് ദിസ് ടുക്ക് എ ടോൾ ഓൺ മൈ മെൻ്റൽ ഹെൽത്ത്. കാരണം കംപ്ലീറ്റ് ചെയ്യാൻ ഒത്തിരി ടാസ്ക് അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ഞാൻ പോപ്പുലറായ വർഷം എഴുതിയ ബൈബിളാണ്. പക്ഷേ സക്സസ്ഫുള്ളി ഐ വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് ആൻഡ് ദിസ് ഹാഡ് എ ഇൻഫ്ലുവൻസ് ഓൺ മീ, ലൈക്ക് ഐ കുഡ് സേ ദാറ്റ്. ഇതെൻ്റെ 4th ബൈബിളാണ്. ഞാൻ 11th പഠിക്കുന്ന സമയത്ത് എഴുതിയ ബൈബിളാണ്. ഇത് ചെറുതാണ്, കുഞ്ഞു ഭാഗങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു വിസ്ഡമും അതുപോലെ തന്നെ സോങ് ഓഫ് സോളമനും ആണുള്ളത്. അപ്പം ഇതാണ് ആ 4ാമത്തെ ബൈബിൾ. ഞാൻ 11th പഠിക്കുന്ന സമയത്ത് എനിക്ക് ആക്കഡമിക് പ്രൊവിഷൻസ് കിട്ടിയതും പഠിത്തത്തിൽ ഞാനൊരു ടോപ്പർ ആവുന്ന വർഷം ഞാൻ എഴുതിയ ഒരു ബൈബിളാണ് ഈ കാണുന്നൊരു ബൈബിള്. ഇനി ഇതുപോലെ തന്നെ ഒരു ബൈബിൾ കൂടി ഉണ്ട്. അത് നമ്മുടെ രൂപതയിലാണുള്ളത്. അത് ഇവാലുവേഷന് വേണ്ടി പോയേക്കുവാണ്. ഇവാലുവേഷൻ ഹാസ് ബിൻ കംപ്ലീറ്റഡ്. അത് ഉടനെ തന്നെ തിരിച്ചു വരും. ദാറ്റ് ഹാസ് ബിൻ മൈ 5th ബൈബിൾ വിച്ച് ഐ കംപ്ലീറ്റഡ് വിത്തിൻ ദ കോഴ്സ് ഓഫ് 3 days. എനിക്ക് സംഭവം ബൈബിൾ ഒറ്റയടിക്ക് എഴുതാൻ ഒരു ആഗ്രഹമില്ലാത്ത ആളാണ്. ഐ ഹാവ് ടു നോ ലൈക്ക് ഈച്ച് പാർട്ട്. എന്ത് എഴുതിയാലും അത് അബ്സോർബ് ചെയ്തത് മനസ്സിലാക്കി ആ ഒരു ഭാഗം എക്സ്പീരിയൻസ് ചെയ്ത് ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം അണ്ടർസ്റ്റാൻഡ് ദ പാർട്ട്, ടേക്ക് ദാറ്റ് ഫോർ യുവർ ലൈഫ്. അത് കഴിഞ്ഞിട്ട് സ്ലോലി മൂവ് ഹെഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം ഓരോ ഫേസ് ഓഫ് ലൈഫിലും ഐ തിങ്ക് ഓരോ പാർട്ട് ഇസ് എസെൻഷ്യൽ. അപ്പോൾ ആ ഓരോ പാർട്ട് ഓരോ ഭാഗത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം സ്ലോലി ഗോയിങ് ത്രൂ ദിസ് ജേർണി. ബൈബിൾ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുന്നത് എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. ആദ്യമായിട്ട് എനിക്ക് ബൈബിളിനോട് അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ. ആദ്യമായിട്ട് ബൈബിളിലോട്ട് വരുന്നത് തന്നെ എൻ്റെ അമ്മ ഇത് ഇതാണ്. അപ്പം കുഞ്ഞിലൊക്കെ ബൈബിളൊക്കെ വായിക്കാറുണ്ടെങ്കിലും ലോഗോസ് ക്വിസിൻ്റെയൊക്കെ ആവശ്യത്തിനൊക്കെ വായിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഒരിക്കലും തോന്നാത്തൊരു പുസ്തകമായിരുന്നു ബൈബിൾ. പക്ഷെ അമ്മ ഒരു ദിവസം മാതൃവേദിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബൈബിൾ എഴുതുന്നൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട് അമ്മമാരുടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടാൻ നിനക്ക് പ്ലാൻ ഉണ്ടോ, നമുക്ക് 2 പേർ കൂടി എഴുതിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട്, എന്തായാലും ഞാൻ എഴുതിയേക്കാം, ഇപ്പോൾ തുടങ്ങി വെച്ചതല്ലേ, അപ്പോൾ പൂർത്തിയാക്കിയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ 12 വയസ്സുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം വായിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കട്ട് കഴിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. എന്തായാലും ഈ കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്നോർത്ത് ഞാനത് പൂർത്തിയാക്കാൻ ശ്രമിച്ചു. ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു, സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിരുന്നു. പഠിക്കാൻ ഒത്തിരി സംഭവം ഉള്ളപ്പോൾ പോലും ഞാൻ ഓർക്കാറുണ്ട്, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ, ജീവിതത്തിൽ ഇനി മേലാ ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങത്തില്ല എന്നൊക്കെ ഓർത്തു. ആ മനസ്സിലായില്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളോട്ട് യൂദാസ് വരെ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചു എന്തായാലും കംപ്ലീറ്റ് ചെയ്തേക്കാം, തുടങ്ങിയതല്ലേ. അപ്പോൾ ആദ്യം ഇങ്ങനെ വലിയ ദൈവാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എവിടേക്കോ വായിക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ചിലപ്പോൾ എന്തൊക്കെയോ വായിക്കുമ്പോൾ മനസ്സിലാവാത്തൊരു കാര്യമാണെങ്കിൽ പോലും എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം വരാൻ തോന്നി. അങ്ങനെ പതിയെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അത് എഴുതി പൂർത്തിയാക്കാൻ പറ്റി എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം ഞാൻ ആദ്യം എഴുതിയത് മലയാളത്തിലാണ്. പിന്നെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ ഇരിക്കുക, ഭയങ്കര രസമുള്ളൊരു ബൈബിൾ, പ്രിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്ന ഒരു ബൈബിൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ഓർത്തു ഒരു തവണ ഇങ്ങനെ എഴുതി നോക്കണോ, വേണ്ട, എന്തിനാ ഒരു തവണ ഇങ്ങനെ പരീക്ഷണം എഴുതി തീർക്കാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചോണ്ട് ഞാൻ എഴുതണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ അവിടെ നിന്ന് പോരാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ കേട്ടത് സങ്കീർത്തനങ്ങളും വെളിപാടുമാണ് ഇത്തവണത്തെ ഭാഗങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിൻ്റെ 2 ഭാഗങ്ങളായിരുന്നു സങ്കീർത്തനങ്ങളും വെളിപാട്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഇത്തവണയും കൂടി
എഴുതി നോക്കിയേക്കാം, എത്തുവാണെങ്കിൽ എത്തട്ടെ, നമുക്ക് വിചാരിക്കാമല്ലോ, ഈശോ ഉണ്ടല്ലോ കൂടെ. അപ്പം അങ്ങനെ ഞാൻ അത് എത്തുമോയെന്ന് അറിയില്ലാതെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ബൈബിൾ എഴുതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ആത്മീയമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ബൈബിൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്. എഴുതി തുടങ്ങി. തന്നെ മനസ്സിലാവുന്നൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു, ഇനി എന്തായാലും മനസ്സിലാവാൻ ഞാൻ മുന്നോട്ട് പോകത്തില്ല. ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇത് എന്തായാലും പഠിച്ച് തന്നെ മുന്നോട്ട് പോകട്ടില്ലെന്ന് ഉറപ്പായി. പിന്നെ ആയപ്പോഴത്തേക്കും ഓരോ പേജുകളിൽ ഓരോ വരികളാകുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് എൻ്റെ ബൈബിൾ എഴുതിയ ഭാഗങ്ങൾ കണ്ടാൽ അവിടെ എൻ്റെ കണ്ണീര് വീണേക്കുന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും. ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതിയേക്കുന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. കാരണം നമ്മളെയൊക്കെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്ന, ഇങ്ങനെ സൃഷ്ടിച്ച് നമ്മളിങ്ങനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് നമ്മൾ ഇത് ചെയ്തിട്ടായിരിക്കും ദൈവം ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നു, ഇങ്ങനെ പരിപാലിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ഇപ്പോഴും മനസ്സിലാലോചിക്കും. ദൈവം നമ്മളെ സങ്കടപ്പെടുമ്പോൾ ദൈവത്തിന് എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കി. അതങ്ങനെ ഞാൻ ആ ഒരു ഭാഗം എഴുതി പൂർത്തിയാക്കി. ആ ഒരു ഭാഗം ഞാൻ പറയുന്നു എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാനൊരു ആക്കഡമിക് സ്കോളറൊന്നും അല്ലായിരുന്നു. എനിക്ക് മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. എബവ് ആവറേജ് കുട്ടിയായിരുന്നു ഞാൻ. അപ്പം ടീച്ചേഴ്സൊക്കെ എപ്പോഴും പറയും, എനിക്ക് കഴിവുണ്ടെങ്കിലും അപ് ടു ബ്രില്യൻസ് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് ഇപ്പോഴും പറയുമായിരുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷൊക്കെ പഠിക്കണമെന്ന്. എന്നെ പഠിപ്പിക്കാൻ എൻ്റെ പേരൻസിന് 2 പേർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? അപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഇംഗ്ലീഷ് തന്നെ ഭാഷയോടൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞ് വിശ്വസിക്കാത്തൊരു കാര്യം ഞാൻ പറയും, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരു ഏജൻസി അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ടീച്ചറും അല്ല. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഈശോ ആണ്. അതെനിക്ക് എപ്പോഴും എവിടെ അഭിമാനമായിട്ട് പറയാൻ പറ്റും. എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കും എന്നറിയില്ല. കാരണം എത്ര പേര് വിശ്വസിക്കും? ഈശോ എന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? ഈശോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ബൈബിളിലൂടെ എന്നെ പഠിപ്പിച്ചു. 9th ഞാൻ അത് എഴുതി പൂർത്തിയാക്കി 10th കയറി. 10th എനിക്ക് അറിയായിരുന്നു 10th ആണ്. എല്ലാവരും പറഞ്ഞു, എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, ഇത് നടക്കില്ല, നീ ഇത്തവണ എഴുതണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ 10th എഴുതാൻ വിചാരിച്ചു. കുഞ്ഞിലെയൊക്കെ എനിക്ക് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ സിസ്റ്റർമാരുടെ ഒരു സ്കൂളിലെ കുഞ്ഞിലെ പഠിച്ചത്. പരിപാടികൾക്കൊക്കെ വേണ്ടി ഞാൻ ഓടി ചെല്ലുമ്പോൾ സിസ്റ്റർമാർ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ദീ കോൺഫിഡൻസ് ഒക്കെ ഇച്ചിരി കുറവാണ്, നമ്മൾ മിടുക്കരായ പിള്ളേരൊക്കെ ആദ്യം കയറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് ദിയേനെയൊക്കെ കയറ്റാം എന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും ഇങ്ങനെ പറയും. എനിക്ക് സങ്കടമാവാറുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറയുമായിരുന്നു, എനിക്ക് ഒരു ട്രോഫിയൊക്കെ ഇങ്ങനെ ഷെൽഫിലൊക്കെ വെക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും. എന്നിട്ട് ഞാൻ അമ്മയോട് ഒരു ദിവസം പറഞ്ഞു, അമ്മ എനിക്ക് ഒരു ട്രോഫി മേടിച്ചു തരുമോ, എനിക്കാണെങ്കിൽ ഷെൽഫിലൊന്നും വെക്കാൻ ട്രോഫി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് ട്രോഫിക്ക് വേണ്ടി. 2020 എന്ന് പറഞ്ഞ വർഷമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞു. എൻ്റെ ഇപ്പോൾ അംബിഷൻ എന്താണോ, ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നു, ഞാനിപ്പോൾ എന്തായിട്ട് നിൽക്കുന്നു, അതിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് അത് പറഞ്ഞു തന്ന ഈശോ ആ വർഷമാണ് എനിക്കത് പറഞ്ഞു തന്നത്. അങ്ങനെ 2020 ആയ സമയത്ത് ഞാനിങ്ങനെ ആ ബൈബിൾ എഴുതാൻ തുടങ്ങി. അത് വലിയൊരു ഭാഗമായിരുന്നു. ഏശയ്യ മുതൽ നെഹമിയ വരെ എങ്ങാണ്ട് നമുക്ക് എഴുതാനുണ്ടായിരുന്നു. ഒത്തിരി ഭാഗങ്ങൾ എഴുതാനുണ്ടായിരുന്നു. അത് എഴുതി വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പാടായിരുന്നു. അന്നൊന്നും ഞാൻ ലൈനൊന്നും ഇടാതെ നമ്മുടെ സാധാരണ ലൈൻ പേപ്പറിൽ എഴുതിയത്. അപ്പം അങ്ങനെ എഴുതി കുറേ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 10th ആണ്. പഠിത്തത്തിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ഒട്ടും എഴുതാൻ പറ്റാതെ തുടങ്ങി. പുറമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറമൊക്കെ നീര് വെക്കാൻ തുടങ്ങും. അപ്പം അത്രയും ഇഷ്യൂസൊക്കെ വന്നെങ്കിൽ പോലും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അത് എന്താണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഡ്രൈവിംഗ് ഫോഴ്സ് എനിക്ക് മനസ്സിലായത് ആ 10th സമയത്താണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ ബൈബിൾ എഴുതാൻ തുടങ്ങി ആദ്യത്തെ സ്റ്റേജിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രമാണെന്ന് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. കാരണം പഠിത്തത്തിലാണെങ്കിലും നമ്മുടെ ആ ഒരു പ്രൊഫഷൻസി കാണാൻ തുടങ്ങി. എനിക്ക് വലിയ അച്ചീവ്മെൻറ്റ്സ് എന്നെ തേടി വന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് സ്കോളർഷിപ്സ് കിട്ടാൻ തുടങ്ങി. എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി മനസ്സിലാക്കി. എനിക്കൊരു സിവിൽ സർവീസ്, എനിക്ക് ആദ്യമൊക്കെ സിവിൽ സർവൻ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം സിവിൽ സർവൻ്റ് എന്നുള്ള ആ സ്വപ്നം വെച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഈശോ 30 lakhs ഒരു സ്കോളർഷിപ്പ് തന്നു. അത്രയും വലിയൊരു സ്കോളർഷിപ്പിൽ ഫ്രീ ആയിട്ട് 6 years എനിക്ക് ഫ്രീ ആയിട്ട് സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഒരു ഫുൾ എനിക്ക് ഈശോ ആ സ്കോളർഷിപ്പ് തന്നു. ഇന്യൂമറബിൾ നമ്പർ ഓഫ് അവാർഡ്സ്. എൻ്റെ ഷെൽഫിൽ കുഞ്ഞിലെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു സമ്മാനം മേടിച്ച് തരാമെന്ന്. ഇപ്പം എൻ്റെ ഷെൽഫിൽ ഒരു സമ്മാനം വെക്കണമെങ്കിൽ പുതിയൊരു ഷെൽഫ് മേടിക്കണം. അതുപോലെ എൻ്റെ ഷെൽഫ് നിറച്ച് ട്രോഫിയായി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാം. ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കണ്ട് ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടു തുടങ്ങി. അത് മാത്രമല്ല, എൻ്റെ പഠിത്തത്തിൽ വന്ന വ്യത്യാസം. മാത്സ് എങ്ങനെ പാസ്സാവും എന്നറിയാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് 10th ആയപ്പോഴത്തേക്കും മാത്സിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ തിരക്കെല്ലാം വന്നു, ബൈബിൾ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു, വാർത്താക്കാർ ചാനലുകാരെല്ലാം വന്നിരിക്കുന്നു, എന്താവും എന്നറിയത്തില്ല. പക്ഷേ 10th മാർക്ക് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ലിറ്ററലി ഭയങ്കര ഓഡായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് 98 ആണ് മാത്സിന്. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അത്രയും കൂടുതൽ മാർക്ക് എനിക്ക് മാത്സിന് കിട്ടി. ഈശോയുടെ അനുഗ്രഹം എന്നല്ലാതെ ഞാൻ ഇതിനൊക്കെ പറയുന്നത്. കാരണം പഠിക്കില്ലാത്തൊരു കുട്ടിക്ക് 98 ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അൺബിലീവബിളി അമേസിങ്. അപ്പം അങ്ങനെ എനിക്ക് ഈശോ തന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും പവറുണ്ട്, ഇത് ശരിക്കും എങ്ങനെ കയറി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം. എനിക്ക് 5-6 ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 2 ഇന്റർനാഷണൽ അവാർഡ്സ് ഉണ്ട്. എനിക്ക് ഒത്തിരി വലിയൊരു എക്സ്ട്രാ കരിക്കുലർ പോർട്ട്ഫോളിയോ പ്രൊഫൈലുണ്ട്. എനിക്ക് അക്കാഡമിക്സ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മുതലാണ്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കൊണ്ടു തന്നത് വേറെ ആരുമല്ല, എൻ്റെ ഈശോ ആണ്. രാഹുൽ ഗാന്ധി സാർ ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് നമ്മുടെ അടിമാലിയിൽ വരുന്നത്.
അന്നേരം ട്രാൻസ്ലേറ്റ് തന്നെ വേണം അവർക്ക്. അപ്പം മലയാളം എനിക്ക് ഇംഗ്ലീഷിനേക്കാളും പാടാണ്. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ മലയാളം പറഞ്ഞു കഴിയുമ്പം ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം മലയാളത്തിലോട്ട്. എന്നെ എല്ലാവരോടും കൂടി അത് രജിസ്റ്റർ ചെയ്തു. പക്ഷെ എനിക്ക് എന്താ ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് എന്നെ അവർ സ്റ്റേജിൽ കൊണ്ട് നിർത്തും. അപ്പം ഒരു ഇന്ന ആൾക്കാർ, ലൈക്ക് ഒരു വലിയ ഗ്രൗണ്ട് നിറച്ച് കുറേ ആൾക്കാരെ നമുക്ക് എണ്ണ എടുക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് പോലും നമുക്ക് എത്താൻ പറ്റാത്ത അത്രയും ജനങ്ങളുള്ളൊരു സ്ഥലം. എനിക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡ്. അപ്പം എന്നെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തിയേക്കും. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ ഒത്തിരി സ്റ്റേജിൽ കയറിയപ്പോഴും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കും. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് എണ്ണാൻ പറ്റാത്ത, അന്ന് എനിക്ക് കണ്ണടയില്ല. അന്ന് ഞാൻ കണ്ണട എടുത്തില്ല. അന്ന് കണക്കാക്കാൻ പോലും നമുക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല എത്ര ജനം അവിടെ ഉണ്ടെന്നുള്ള കാര്യം. എന്നെ അവർ നേരെ സ്റ്റേജിലോട്ട് കൊണ്ടിരുത്തി. ഒത്തിരി ആളുകൾ എന്ത് ചെയ്യണം, എനിക്ക് ട്രാൻസ്ലേഷൻ ഒന്നും അറിയത്തില്ലാത്ത ഒരാളാണ് കൊണ്ടിരുത്തി. അപ്പം സാർ ഇപ്പോൾ വരും, 2 മിനിറ്റിനുള്ളിൽ വരും, 3 മിനിറ്റിനുള്ളിൽ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറിയപ്പോഴത്തേക്കും അതുവരെ എൻ്റെ ചങ്കൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ കൈയും കാലൊക്കെ വേർത്തിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തു ഇത് പരിപാടിക്ക് വേണ്ടായിരുന്നു, ഞാൻ വെറുതെ എന്തിനും ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്, തിരിച്ചു പോരാന്ന് ഓർത്തു. പക്ഷെ വന്ന സമയത്ത് ആ മൈക്കിലോട്ട് എന്നോട് ഊട്ടിക്കൊണ്ടത്, ഞാൻ എൻ്റെ പേപ്പർ എടുത്തില്ല. നമ്മൾ കുറച്ച് വേർഡൊക്കെ ലൈക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് വേർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മലയാളത്തിൽ. ഞാൻ പേപ്പർ എടുത്തില്ല, എടുക്കാൻ മറന്നുപോയി. പെട്ടെന്ന് എന്നെ കൊണ്ട് ആ സ്റ്റേജിൽ നിർത്തി, അവിടെ ആ മൈക്കിൽ നിർത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു പേപ്പർ എടുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പേപ്പർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു കോൺഫിഡൻസ് അപാരമാട്ടോ. പക്ഷെ അന്നേരത്തെ എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബലമായിരുന്നു. കാരണം അവിടെ ആ മൈക്കിന് മുന്നിൽ വന്നതും ഭയങ്കര ഒരു സ്ട്രെങ്ത് ആയിരുന്നു എൻ്റെ കൈക്ക്. ക്ലോസ് ആയിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതോട് തോന്നി. സക്സസ്ഫുൾ ആയിട്ട് എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റി. അത്ര ആളുകളുടെ മുന്നിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നിന്നത് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു സാറിനെ അടുത്ത് നിന്ന് കാണുന്നത്. പക്ഷേ അടുത്ത് നിന്ന് ഷെയ്ക്കാനും മേടിച്ച് ആ ഒരു സ്പീച്ച് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ ഈശോ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈശോയും ഞാനുമായിരുന്നു അന്ന് ആ സ്റ്റേജിലുണ്ടായിരുന്നത്. ഒരു 7ാം ക്ലാസ് മുതലാണ് ബൈബിൾ, 7, 8 ആ ഗ്യാപ്പിലാണ് ബൈബിൾ എഴുതി തുടങ്ങുന്നത്. ആ തുടങ്ങുമ്പോൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഇച്ചിരി ഉഴപ്പായിട്ട് നടന്നൊരു കുട്ടി, സാധാരണ പഠിക്കാനൊക്കെ ഒരു 20 റാങ്ക്, ഒരു 40 പേരുടെ ഒരു 20ാമത്തെ സ്ഥാനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ദിയ എന്ന് പറഞ്ഞ ആൾ. സ്കൂളിൽ ചെല്ലുമ്പോൾ സാറന്മാർ പറയും ദിയാവ് ശ്രമിച്ച് ഇച്ചിരി പഠിക്കാം എന്നൊക്കെ പറയും. അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ബൈബിൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പ്രകടമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഭാഷകൾ, ഏത് ഭാഷകളിലും സംസാരിക്കാനുള്ള ഒരു കഴിവ് കാണാൻ പറ്റി നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഭാഷ എടുത്തിട്ട് പാട്ട് കേട്ടിട്ട് ഇതൊന്ന് പാടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ആ പാട്ട് നമ്മളെ പഠിച്ചിട്ട് പാടി കേൾപ്പിക്കും. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോഴും കൊച്ചിന് ഇനി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതാകും എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ഒരു ലക്ഷ്യമില്ലാതിരുന്നു. പക്ഷേ ബൈബിൾ എഴുതി കഴിക്കാൻ തുടങ്ങിയതിന് അവർക്ക് കൃത്യം ഒരു ഫോക്കസ് കിട്ടി. അതായത് ഇന്ന വഴിക്കുന്നൊരു ഫോക്കസ് കിട്ടി. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഭയങ്കരമായ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇപ്പം ചിന്തിക്കുന്നത് ഒരു 17 വയസ്സായ ഒരു കുട്ടി ചിന്തിക്കുന്ന ലെവലിലല്ല അവൾ ചിന്തിക്കുന്നത് ഒരു 25-30 വയസ്സായ ആൾ ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലാണ് ചിന്തിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും ഇങ്ങോട്ട് പറഞ്ഞു തരും. അത് ശരിക്കും ബൈബിള് കിട്ടിയ ഒരു ജ്ഞാനത്തിൽ നിന്നാണ്, ബൈബിളിൻ്റെ ഒരു ജ്ഞാനത്തിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു ഇതാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും, അതായത് ഞങ്ങൾക്ക് 2 പേർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഇംഗ്ലീഷ് സാധാരണഗതിയിൽ പോലും പറയാൻ അറിയത്തില്ലാത്ത ഒരു കുട്ടി, ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്തു പോയി പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി ഇതുപോലെ ഇംഗ്ലീഷ് പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പല സാഹിബന്മാരും മാതാന്മാരൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് എവിടെയാണ് പഠിച്ചതെന്നാണ് അവർ ആദ്യം ചോദിക്കുന്നത്. പഠിച്ചതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ, പഠിച്ചതെന്ന് ചോദിക്കുന്നത് അവരെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ അത്രമാത്രം ഫ്ലുവൻ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഇങ്ങനെ ഇടുക്കി ജില്ലയിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ പറയുന്നത് വെറും നുണയാണ് പറയുന്നത്, ഈ കുട്ടി പുറത്ത് പഠിച്ചതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നുവെച്ചാൽ അത്രമാത്രം. അതെന്ന് വെച്ചാൽ ഞങ്ങൾ 100% പറയാം, ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ ഇംഗ്ലീഷ് കുട്ടിക്കാണോ, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിക്കോ, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചോ, നിങ്ങളുടെ കുട്ടി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് 100% അതിനെൻ്റെ മോള് സാക്ഷിയാണ്. അത് കൂടാതെ ഞങ്ങളുടെ രൂപതയിൽ കൊച്ചെഴുതുമ്പം 18 പേര് മാത്രമായിരുന്നു, അന്ന് 20 പേരോളമായിരുന്നു ബൈബിൾ എഴുതാനുണ്ടായിരുന്നു. ഇന്ന് ഇവരുടെ ഇത് കണ്ടിട്ട് ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ 100ഓളം ആൾക്കാർ ബൈബിൾ എഴുതുന്നുണ്ട്. ഈ 100 ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടും ഈ 100 ആൾക്കാർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ. അതുമല്ല, ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ശ്രദ്ധിച്ചതെന്ന് കഴിഞ്ഞാൽ, ഈ 4-5 പ്രാവശ്യമായിട്ട് ബൈബിൾ എഴുതുന്ന ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും
ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്കെല്ലാം ഈ 100 പേരും അതാത് വർഷങ്ങളിൽ എഴുതുന്ന എണ്ണം കൂടി വരുന്നു. അതായത് ഈ എഴുതുന്നവർ തന്നെ തുടർച്ചയായിട്ട് എഴുതുന്നു. മോള് 12 വയസ്സായപ്പോൾ ബൈബിൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ടും ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളും, സ്ഥിരമായിട്ടൊരു ജോലിയോ വരുമാനങ്ങളോ ഒന്നും അങ്ങനെ കൃത്യമായിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ എന്തായാലും 12 വയസ്സ് മുതൽ കൊച്ചു ബൈബിൾ എഴുതാൻ തുടങ്ങിയത് വീട്ടിലാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും നല്ലൊരു സമാധാനം, സന്തോഷം. പിന്നെ കൊച്ചിൻ്റെ പഠന മേഖലയിലാണെങ്കിലും എനിക്കാണെങ്കിലും വളരെ മനസ്സിനൊക്കെ ഒരു സമാധാനം, വീട്ടിലൊക്കെ എന്തൊക്കെയോ ഒരു സമാധാനവും ശാന്തതയും വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് കൊച്ച് ഇവിടെ എഴുതുന്നുണ്ടെങ്കിലും ഇവൾക്ക് ബൈബിൾ കുറച്ചൊക്കെ എഴുതും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്പോൾ മോനെ അമ്മയ്ക്ക് സമയമില്ല, അമ്മ എഴുതാമെന്ന് പറഞ്ഞല്ലായിരുന്നു, മോൻ ഇത് ഏറ്റിട്ട് എന്ത് ചെയ്ത് പൂർത്തിയാക്കാത്തതെന്ന് ചോദിക്കും. അന്നേരം ഓടിപ്പോയി കുറച്ച് എഴുതും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ടോ, ഈശോനോട് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ, അതുകൊണ്ട് ബൈബിൾ എഴുതി പൂർത്തിയാക്കാൻ പറഞ്ഞു. അങ്ങനെ മോള് 12 വയസ്സ് കഴിഞ്ഞ് അയ്യത്തിന് ബൈബിൾ എഴുതി പൂർത്തിയാക്കി. അവളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു, അവളുടെ പഠനങ്ങളിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ കൂടുതൽ വലിയ നേട്ടങ്ങൾ അവൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അവൾക്ക് ഈ ഒരു വചന എഴുത്തിലൂടെ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ +2 കഴിയുമ്പോൾ വളരെ ഉന്നതമായ രീതിയിൽ വിജയം നേടുമ്പോൾ അതെല്ലാം ഇപ്രകാരം ബൈബിള് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അവൾക്ക് കിട്ടിയ പ്രത്യേക കൃപയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബൈബിൾ എഴുത്തിലൂടെ ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി ആയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. അത് അവൾക്കതിന് നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഇവൾ തന്നെ പതുക്കെ ഈശോയോട് കൂടുതൽ ഇതിൽ എല്ലാ കാര്യങ്ങളും അടുക്കി. അവൾ എന്നാ ചെയ്താലും എന്ത് കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എല്ലാ വർഷവും ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ എഴുതുവാൻ സമയമില്ലാഞ്ഞിട്ട് 2 രാത്രി മുഴുവൻ പകലാക്കി ആ കൊച്ചത് എഴുതി തീർത്തിട്ട് സ്കൂളിൽ ഒരു ദിവസം ലീവ് എടുത്തു. അതായത് അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഭൗതിക നേട്ടത്തെക്കാളും കൂടുതലായിട്ട് ആത്മീയ നേട്ടത്തിലാണ് അവൾ കൂടുതൽ ഊന്നൽ കൊടുത്തത്. ഇവളൊരു പ്രാവശ്യം ബൈബിൾ എഴുതിയപ്പോൾ ഇവളുടെ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ, ഈ പ്രാവശ്യത്തെ ബൈബിൾ എഴുതുന്ന എൻ്റെ നിയോഗം എനിക്ക് ദാനിയേൽ പൂർണ്ണത്തെങ്കിൽ അച്ഛനെ ഒന്ന് കാണണം. ഓരോ നിയോഗം വെച്ച് അവൾ എഴുതുന്നു. ആ നിയോഗങ്ങളെല്ലാം ഈശോ അവൾക്ക് കൊടുക്കുന്നു. വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല വരണം. അച്ഛൻ ഞെട്ടിപ്പോയി ഇവളുടെ ഈ ബൈബിൾ കണ്ടപ്പോൾ. അച്ഛനെ ഇവളെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, ഇത്രയും നല്ല ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവളുടെ ബൈബിൾ അന്നേരം നമ്മുടെ കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവുണ്ട്, ക്ലീമിയസ് പിതാവുണ്ട്, ഇവരെല്ലാവരും ഈ ബൈബിൾ കണ്ടിട്ട് ഇവളുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് അച്ഛൻ ഇവളെ പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ ഇവൾക്കൊരു മെറ്റൽ അതിനകത്ത് കവർ ചെയ്ത ഒരു ബൈബിളൊക്കെ സമ്മാനം കൊടുത്തു. അപ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞു, എൻ്റെ ഈ പ്രാവശ്യം എഴുതിയ ബൈബിളിൻ്റെ നിയോഗം അച്ഛനെ കാണണമെന്നാണെന്നു. അച്ഛൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി അത് കേട്ടപ്പോഴത്തേക്ക്. അങ്ങനെ ഓരോ നിയോഗം ഈ കൊച്ചു വെക്കുമ്പോഴെല്ലാം അവൾ. അപ്പം ഞാൻ ഇവളോട് ഇങ്ങനെ ഈ പ്രാവശ്യം ചോദിച്ചാൽ പറഞ്ഞു, മോളെ UN നമുക്ക് കിട്ടുമോ? അന്നേരം അവൾ പറഞ്ഞു, എന്താ സിസ്റ്റർ നമുക്ക് കിട്ടാത്ത, നമുക്ക് എല്ലാ കാര്യത്തിലും കിട്ടുമെന്ന്. അങ്ങനെ പല ഇങ്ങനെ കോമ്പറ്റീഷനുകൾ വന്നു. അവിടെയെല്ലാം ഈ കൊച്ച് നല്ല ഇതെത്തി. അങ്ങനെ USA നിന്ന് ഒരു ലേഡി ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പം അവർ പറഞ്ഞത്, ഈ ഇന്ത്യയിൽ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അത്രമാത്രം ഒരു US ലേഡിയാണെന്ന് ഓർക്കണം. അങ്ങനെ പല കോമ്പറ്റീഷനുകളും വേൾഡ് തലത്തിൽ ഇവൾ ചെയ്തിട്ട് അതിനകത്ത് 10,000-ൽ ഒരംഗമായിട്ട് ഇവൾ മാറി. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1000-ൽ ഒരാളായിട്ട് മാറി. അങ്ങനെ ഇവളെ പല യൂണിവേഴ്സിറ്റിയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവൾ എന്നോട് പറഞ്ഞത്, സിസ്റ്റർ ഞാൻ UN എത്തുമ്പോൾ അവിടെ എൻ്റെ ഈശോയെ പ്രഘോഷിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയായി, കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരി ഈ ഞാനും ഇരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. UN ഡിപ്ലോമാറ്റ് ആകുവാനായിട്ടുള്ള തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി ഓസ്ട്രേലിയയിൽ പഠിക്കുവാനായിട്ടുള്ള തൻ്റെ വിസ ലഭിക്കുവാനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കിക്കാരി ദിയ ബിനോയ്.
ഇടുക്കി പാറത്തോടിൽ നിന്ന് ക്യാമറമാൻ ആഷിഖ് ജോസഫിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്.